ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്. ചേട്ടാ, മീൻ കിട്ടിയോ? കിട്ടി? എത്ര കിട്ടി? കരിമീനുണ്ടാ? കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ. ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഞാൻ എന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച രണ്ട് ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഭദ്രൻ, ഉമ്മച്ചേച്ചി. ഒബ്വിയസ്ലി ലവ് മാരേജ് ആയിരിക്കും. റിയാസിക്ക ഭയങ്കര പാവമാണെന്ന് പറഞ്ഞു. ഞാനാണ് കുറച്ച്. റിയാസ്കയുടെ പുതിയ സിനിമ വരുന്നുണ്ട്, എല്ലാവരും കാണണം. DNA ഷോയിലേക്ക് എല്ലാവരും അടിച്ചു കയറി വാ. യെസ്, അപ്പോ നമ്മൾ ഇന്ന് പുതിയൊരു ഷോ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഒരു കിടിലൻ പഞ്ച് ഷോ ആയതുകൊണ്ട് തന്നെ ഒരു പഞ്ച് ആർട്ടിസ്റ്റിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരുന്നത്, പഞ്ച് സെലിബ്രിറ്റി. സോ ലെറ്റ്സ് വെൽക്കം റിയാസിക. താങ്ക് യു മോനെ, താങ്ക് യു. യെസ്, അപ്പൊ ഞാൻ ഷോയുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, നമ്മുടെ ഷോ പുതിയൊരു സാധനം ആയതുകൊണ്ട് ഇക്ക തന്നെ ഐശ്വര്യമായിട്ടൊരു തിരി അങ്ങ് കൊളുത്തണം. ഇപ്പൊ തിരി ഇപ്പൊ കൊളുത്താൻ ഓക്കെ. സോ നമ്മുടെ പേരെന്താന്നുള്ളത്, ഈ ഷോയുടെ പേരെന്താന്നുള്ളത് റിയാസിക തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. റിയാസിക, another beautiful drive in Cochin. Yes, another beautiful Cochin drive. Another beautiful Cochin drive. Yes, ABCD. ഈ ഷോയിൻ ഞാൻ സത്യമായിട്ട് പറഞ്ഞാണത്, ഞാൻ ഷോയിന്റെ പേരായിട്ട് പറഞ്ഞല്ല. Okay. It's a beautiful drive. Yes, super. Another beautiful drive in Cochin. ആ ഒരു ഡ്രൈവ് നമുക്ക് കിടലിനാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബെൻസിന്റെ GLE 300D ഹർമൻ മോട്ടോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഹർമൻ മോട്ടോഴ്സ് ആക്ച്വലി യൂസ്ഡ് കാർസിന്റെ പ്രീമിയം യൂസ്ഡ് കാർസിന്റെ ഷോറൂമാണ്. ഇക്കാക്ക് ഏതെങ്കിലും യൂസ്ഡ് കാർസ് കിടിലൻ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ പ്രീമിയം കാർസും അവിടെ അവൈലബിൾ ആയിരിക്കും. കോൺടാക്ട് ഹർമൻ. ഓക്കെ. സോ ഞാൻ വേറൊരു കാര്യം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇപ്രാവശ്യം ഇക്ക എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ഭയങ്കര ജനക്കൂട്ടം. അതായത് ദുബായ് ജോസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര വേറെ ലെവലിൽ ക്ലിക്ക് ആയി പോയി. വന്നത് ചെന്നൈന്നാണ്, പക്ഷെ സ്വീകരണം ദുബായിന്നായിരുന്നു. ഞെട്ടിപ്പോയായിരുന്നു ആ സമയത്ത്? ഞെട്ടിപ്പോയതല്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് സർപ്രൈസിങ്. ഹാപ്പി മൂമെന്റ്സ്, ലൈഫിലെ ഹാപ്പി മൂമെന്റ്സ് ഓഫ് സിറ്റുവേഷൻസ് ആണ് അത്. സോ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ. ഇങ്ങനെ ഒരു പുതിയ പടങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു അടിച്ചു കയറി വാമോനെ എന്ന് പറയുന്ന ഈ സംഭവങ്ങളൊക്കെ കയ്യിൽ നിട്ടതാണോ അതോ എങ്ങനെയായിരുന്നു? കയ്യിൽ നിട്ടൊന്നുമല്ല, ഇത് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ടു ബി എന്ന് വെച്ചാൽ നമ്മൾ സീൻ പെർഫോം ചെയ്ത് പിന്നെ അതിലൊരു ഡയലോഗ് കയറ്റാ നമുക്ക് ഇങ്ങനെ കയറി വന്ന് സിബി സാർ അത് പറയുകയും സുന്ദരാജ് സാർ അത് എഴുതുകയും പിന്നെ ഇത് എഴുതി നമുക്ക് പറഞ്ഞു നോക്കാം റിയാസ് എന്ന് പറയും. പിന്നെ റിയാസിൻ്റെ സ്റ്റൈലിൽ തന്നെ അത് പറഞ്ഞാൽ മതി. ഒരു ബോഡി ലാംഗ്വേജ്, എനിക്കൊരു ബോഡി ലാംഗ്വേജ് കാണുമല്ലോ, പിന്നെ ക്യാരക്ടറിനൊരു ബോഡി ലാംഗ്വേജ്. അപ്പോൾ അതിലും കൂടി ചേർത്ത് വെച്ച് പറഞ്ഞു നോക്കും റിയാസ്. പറഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എല്ലാ സീനിലും ഇത് നമുക്ക് ആഡ് ചെയ്യാനായി. അപ്പോൾ ഈ അടിച്ചു കയറിവ പല ഇമോഷനിലുണ്ട്. അത് ദേഷ്യത്തിലുണ്ട്, കോമഡിയിലുണ്ട്, കള്ളുടിച്ചിട്ടുണ്ട്, ഈ റൊമാൻസിലുണ്ട്. സോ എല്ലാ ഇമോഷൻസും ആ ഡയലോഗ് പറയുമ്പോഴും അടിച്ചു കയറി വാ അതുണ്ട്, പലരുണ്ട്. ഈ ഷോയിലേക്ക് എല്ലാവരും അടിച്ചു കയറി വാ. സോ ഇക്ക ആക്ച്വലി ഇപ്പൊ നമ്മുടെ പുതിയ പടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. DNA. സോ വാട്ട് അബൌട്ട് DNA? കുറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു സിനിമയാണ് DNA എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു ഇതുണ്ട്. ഒരു ക്രൈം നടക്കുമ്പോൾ നമ്മൾ അത് ആ ക്രൈം കണ്ടുപിടിച്ച് വരുന്നത് കുറേ നമ്മൾ DNA ടെസ്റ്റ് എടുത്ത് അത് ഇന്ന ആളാണോ കൊന്നത്, അതൊക്കെ കുറേ ഉണ്ട്. നമ്മൾ ഹൗ ഹി ഓർ ഷീ ഈസ് മേർഡേഡ്, അതൊക്കെ കുറേ വരും DNA കൂടെ. ഇനി എല്ലാം കൂടി നശിപ്പിച്ച് കളയണമെങ്കിൽ DNA കൂടി കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞാൽ ദർ ഇസ് നോ കേസ്, ഒന്നുമില്ല. സോ അപ്പോൾ അതാണോ സിനിമ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ സിനിമ വരുമ്പോ അറിയാം. പക്ഷെ വേറൊരു കാര്യം, എല്ലാവർക്കും ഇപ്പൊ ഖാൻ വാലായിട്ടുള്ള കാരണം ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഈ ചോദ്യം ആരെങ്കിലൊക്കെ ചോദിക്കും ഞാൻ വിചാരിച്ചാണ്. അങ്ങനെയൊന്നല്ല. ആക്ച്വലി സൗത്ത് ഇന്ത്യയിൽ എവിടെയാണ് ഖാൻ ഉള്ളത്? സൗത്ത് ഇന്ത്യയിൽ ഖാൻ ഇല്ല. ഖാൻ ഇസ് പഠാൻ. ഓക്കെ, ഇത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ കേട്ടിട്ടൊന്നുമില്ല. എൻ്റെ ഫാമിലിയിൽ ഏതോ ഒരു ആൻസിസ്റ്റർ വാസ് എ ഖാൻ. നെയിം ഇസ് ദർ, ഖാൻ എന്നൊരു പേരുണ്ട്. ആ പേര് ഇത്രയും ജനറേഷൻ ആർക്കും ഇട്ടിട്ടില്ല. എനിക്ക് മാത്രം കൊണ്ട് കാണുന്നിട്ട്. എൻ്റെ മക്കൾക്കില്ല, എൻ്റെ സിസ്റ്ററിനില്ല, ആർക്കും ഇല്ല. എൻ്റെ കസിൻസിന് അപ്പുറം ഇപ്പുറത്ത്. പിന്നെ ഒരു കസിൻ ഉണ്ട്, ഫിറോസ് എന്നുണ്ട്.
ഫിറോസ് ഖാൻ ഉണ്ട്, റിയാസ് ഖാൻ ഉണ്ട്, വേറെ ആർക്കില്ല. വേറെ എൻറ്റയർ ഫാമിലി ഒരൊറ്റ ആൾക്കില്ല. ഒറ്റ ആൾക്കില്ല. അതൊരു ലക്കി സാധനം തോന്നുന്നുണ്ട് ആക്ച്വലി. എന്തോ ലക്ക് ഇപ്പൊ എല്ലാം ലക്ക്, ഞാൻ ലക്ക്. അല്ല, ഈ പഠാന്മാരെന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഉശിരാണ്, ഭയങ്കര ആരോഗ്യമുള്ള ആൾക്കാരാണെന്നുള്ള ഒരു ഇതുണ്ട്, ആരോഗ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നതാണോ ഇക്ക തന്നെ മസിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ കുട്ടിക്കാലത്ത് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്താണ്? എന്താണ് അവസ്ഥ? ഈ ഒരു മസിലേക്ക് കടന്നത് എങ്ങനെ? ബോഡി ബിൽഡിംഗിലേക്ക് കടന്നത് എങ്ങനെ? ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസ്, ബോഡി ബിൽഡിംഗ് അല്ലായിരുന്നു, ഫിറ്റ്നസ് ആയിരുന്നു. ഫിറ്റ്നസ് എല്ലാവരും ചെറുപ്പത്തിൽ സ്പോർട്സ് കളിക്കും, എല്ലാ കാര്യങ്ങളും എല്ലാവരും ഉണ്ട്. അത്ലീറ്റ് ആയിരുന്നു. ഓ, എന്ത് 400 meters. ഓക്കെ, നല്ല ഓട്ടക്കാരനാ. ആ ഓട്ടോണ് സ്പീഡിൽ ഓടിയത്. മനസ്സിലായി. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഉമ്മ ചേച്ചി കല്യാണം കഴിച്ചിരിക്കുന്നത് ചെന്നൈയാണോ അവരുടെ ബേസ്? സോ ആ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഒബ്വിയസ്ലി ലവ് മാരേജ് ആയിരിക്കും. ആ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഒളിച്ചോട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ശരി. ആ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഭയങ്കര വലിയ കുറ്റം പോലെ ആൾക്കാർ കണ്ടിരുന്ന ഒരു സമയമായിരുന്നു. സോ ഹൗ ഡിഡ് യു മാനേജ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്? എനിക്കറിയാൻ പോലെ എത്ര വർഷം എങ്ങനെ പോയി മാനേജ് ചെയ്ത്. ഭയങ്കര കുറ്റം. നമ്മള് ഭയങ്കര ഇതൊക്കെ ഭയങ്കര കൊല ചെയ്തിട്ട് നമ്മള് ജയിലിൽ പോണ പോലെയാണ്. ആ ഒരു എക്സ്പീരിയൻസ് പറയാം. വീട്ടിൽ നിന്ന് ഒളിച്ചോടി കല്യാണം വീട്ടുകാർ സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയത് ഒരു വീട്ടുകാരെ അറിഞ്ഞിട്ടാണ്. അതില് ആ വീട്ടില് പകുതി ആൾക്കറിയാം, പകുതി ആൾക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇതില് കൂടുന്നത് എന്റെ അച്ഛനാണ്, കൂടുന്നത് എന്റെ ഫാദറാണ്. അതായത് എന്റെ അഡ്വൈസ് ഇനി ആ വയസ്സിലാരും ചെയ്തതെന്നാണ്. ചെയ്യുന്നത് ഞാൻ 21 വയസ്സിലാണ് കേട്ടോ. 21 21 ഉമയ്ക്ക് 19 ആവാൻ പോണത്. ഓക്കെ, ഒരു ജോലിയില്ല, ഒന്നുമില്ല, 2 പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ഒരു സിനിമയില്ല. ഈ സമയത്താണ് നടക്കുന്നത്. എന്ത് ധൈര്യത്തിലപ്പോ എന്തായിരുന്നു കോൺഫിഡൻസ്? ഞാൻ പറഞ്ഞു ചെയ്യരുത്, സ്വന്തം കാലം നിന്നതിന് ശേഷം കല്യാണം കഴിച്ചാൽ മതി, ഒരിക്കലും ചെയ്യരുത്. പിന്നെ ഭയങ്കര ഓസ്ലേഷൻ ഉള്ള ഏജ് ആണത്. സോ ഓൺലി ലവ്, അത്ര സ്ട്രോങ് ലവ് ആയതുകൊണ്ട് മാത്രമാണ് അത്. നിങ്ങളുടെ ഉമ്മച്ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഉമ്മച്ചേച്ചിയുടെ ഫേവറേറ്റ് റെസ്റ്റോറന്റ് ഏതാ ഇവിടുത്തെ? ഉമ്മച്ചേച്ചി കൊച്ചിയിലെ തട്ടടൊക്കെ ഇഷ്ടമാണ്. തട്ടട ലവർ. ഉമ്മ തട്ടട ലവറാണ്. പുട്ടും കടലയും അവിടെ കിട്ടുന്ന അപ്പം, പൊറോട്ട, അതൊക്കെ ഷീസ് തട്ടട ലവറാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷോപ്പ് ഉണ്ടോ എപ്പോ വന്ന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള? കാരണം അടുത്ത പ്രാവശ്യം റിയാസ് ഖാനെ കൂട്ടി വരുമ്പോ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് റിയാസ് ഖാന്റെ വക മറ്റേ അടിച്ച് കയറ്റി തിന്നുന്ന സാധനം കിട്ടാനുള്ള. ബീച്ച് സൈഡിൽ 2-3 കടകളുണ്ട്, എപ്പോഴും കിട്ടുന്ന കടകളുണ്ട്. അത് കഴിഞ്ഞ് കൊച്ചിയിലൊരു സ്ഥലമുണ്ട്, കുന്നുംപുറം. ഞങ്ങളുടെ വീട് കയറി വരുമ്പോൾ ഒരു ജംഗ്ഷനാണ് കുന്നുംപുറം. ആ കുന്നുംപുറത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ അവിടെ കുറച്ച് തട്ടുകടകളുണ്ട്. അതൊരു 7 മണിയാകുമ്പോൾ തുടങ്ങും ആ തട്ടുകടകളൊക്കെ. അവിടെ ലൈൻ ഓഫ് തട്ടുകടയിൽ കിട്ടുന്നതൊക്കെ ഭയങ്കര ടേസ്റ്റി ഫുഡാണ്. അത് ശരി. ഓക്കെ, ഇപ്പൊ മകന്റെ കേസൊക്കെ വന്നായിരുന്നു. മകന്റെ കേസ് ആക്ച്വലി പുള്ളിയുടെ മലയാള സിനിമയിലോട്ടൊന്നും കണ്ടില്ല. എന്ത് പറ്റി? വരട്ടെ, സമയമുണ്ടല്ലോ. ജസ്റ്റ് ഇങ്ങനെ വീണ് വിരിഞ്ഞിട്ടേ ഉള്ളല്ലോ സിനിമയിലേക്ക്. അപ്പൊ ഇന്ന് ചാനല് നമ്മൾ ഇനോഗ്രേഷൻ ചെയ്താറുണ്ട്. ഇന്നലെ മകന്റെ ഒരു പുതിയ തമിഴ് പടത്തിന്റെ പൂജ നടന്നു. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ്. സോ കൊച്ചി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏറ്റവും ഒരുപാട് എന്താ പറയാ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും റിയാസ് ഖാക്ക്. ഒരുപാട് ഷൂട്ടിന് വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പഴയ ഓർമ്മ നേരത്തെ എറണാകുളം കൊച്ചിയിൽ ഷൂട്ട് നടക്കാറില്ല, വെരി റെയർ ആണ്. എറണാകുളം ഭാഗം കുറെ ഷൂട്ട്, പിന്നെ കുറെ ട്രിവാൻഡ്രം ഭാഗം, പിന്നെ ബാലേട്ടന്റെ സമയത്ത് കുറെ ഒറ്റപ്പാലം ഭാഗമായിരുന്നു. അതിലേക്കാണ് ഞാൻ വന്നത്. ബാലേട്ടൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും ഞാൻ എന്നെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് ഭദ്രൻ, വേറെ ഒന്ന് മറ്റേ കുഞ്ഞിക്കൂനൻ സിനിമയ്ക്കകത്ത് വാസുവണ്ണ. ഇത് രണ്ടും എന്നെ കിളി വളർത്തിട്ട് ഭയങ്കര. വാസുവണ്ണം ഭയങ്കര. അതുപോലെ തന്നെ ഞാനിക്കും പേടിയാണ് വാസുവണ്ണ, ഭയങ്കര പേടിയാണ്. അതുപോലെ റിയാസ് ഖാൻ വേറൊരു കിടിലൻ ക്യാരക്ടറായിരുന്നു ചിന്നാടൻ ബാബു, റൺവേക്കകത്തുള്ളത്. കുറെ സിനിമകൾ ഇതേപോലെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. സോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇക്ക മലയാളം സിനിമയിലേക്ക് കടന്നു വരുന്നത്, ആദ്യം തമിഴിലൊക്കെ ചെയ്തിട്ട്. സോ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു ഇക്കാടെ? എന്റെ കാരിയർ ബിഗിനിങ്ങില് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത് തെലുങ്ക് സിനിമയാണ്. ആ ഫിലിം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐ ഡിഡ് 1 മലയാളം ഫിലിം. അതാണ് ബാലേന്ദ്ര മേനോൻ സാറിന് സുഖം സുഖം. ഇപ്പം ഞാൻ പറഞ്ഞാലും പോലും ആദ്യത്തെ പടം ഏതാണെന്ന് ഞാൻ ഇത്ര കഥ പറയേണ്ടി വരും. പെട്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് ഇതാണ് ആദ്യത്തെ പടം എന്ന് ഒരു സ്റ്റോറി ടെല്ലിംഗ് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം, ആദ്യത്തെ പടം ഏതാണ് ബാലേട്ടൻ, മലയാളം ഏതാണ് ബാലേട്ടൻ. അപ്പം ഈ കഥകളൊക്കെ ഒരാൾ നമ്മൾ കാർ റൈഡ് ആയതുകൊണ്ട് ഞാൻ കഥ പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ
ഇത്രയും കഥകൾ ഇത്രയും സിനിമകൾ ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ ബാലേട്ടൻ ചെയ്യുന്നത്. ബാലേട്ടൻ ചെയ്യണം. അത് അതിന്റെ ഒരു സംഭവം പറഞ്ഞുതരാം ഞാൻ. AR മുരുകദാസ് ഇല്ലേ, തമിഴിലെ AR മുരുകദാസിന്റെ രണ്ടാമത്തെ പടം ആണ്. ആ മൂവിയുടെ പേരാണ് രമണ. രമണയിൽ വിജയകാന്ത് സാർ ഹീറോ, ഞാൻ അതിലാണ് ഡൂയിങ് മെയിൻ ക്യാരക്ടർ. പടത്തിലെ ഏറ്റവും മെയിൻ ക്യാരക്ടർ ഞാൻ ചെയ്തു. അപ്പൊ അത് റിലീസായി കഴിഞ്ഞ് അതൊരു 65th ഡേയോ 70th ഡേയോ അങ്ങനെ എന്തോ ആണ്. ഹൗസ്ഫുൾ അവിടെ വടപഴനിയിൽ തിയേറ്റർ ഉണ്ട്, കമല തിയേറ്റർ. ഈ വടപഴനിയുള്ള ഹബ്ബ്, വടപഴനിയിലാണ് എല്ലാവരും വരുന്നത്, താമസിക്കുന്നത്. അപ്പം അങ്ങനെ 2 കഥാപാത്രമുണ്ട്. ഒരാൾ ഡയറക്ടർ തുളസിദാസ്, ഒരാൾ അസോസിയേറ്റ് ഡയറക്ടർ ഗോവിന്ദൻകുട്ടി സാർ. അപ്പോൾ രണ്ടുപേരും ഈ രമണ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ബാലേട്ടൻ്റെ ടീം ചെന്നൈയിലുണ്ട്. അപ്പോൾ ബാലേട്ടൻ്റെ ബാക്കിയെല്ലാം ഫിക്സായി, ഹീറോയിൻ ഫിക്സായി, അത് ഫിക്സായി, പാട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭദ്രൻ ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഭദ്രൻ തപ്പി ഇങ്ങനെ നടക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഒരു ഭദ്രൻ ഒരു യൂഷ്വൽ വില്ലനല്ല സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. വില്ലൻ്റെ രൂപമൊന്നുമല്ല, ഒരു ഹീറോ ലുക്കുള്ള ഒരു ചെറിയ ഒരു സ്വീറ്റ് ഒരു പയ്യനെ പോലെയാണ് അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് ഭദ്രൻ. അല്ലെങ്കിൽ ഭയങ്കര ഹൈറ്റും വെയിറ്റും റഫ് കാണാനുള്ള അങ്ങനത്തെ ഒരാളല്ല ഭദ്രൻ. പേര് ഭദ്രനാണ്, പക്ഷെ ലുക്ക് വേറെയാണ്. അപ്പോഴാണ് ഈ ഗോവിന്ദൻകുട്ടി ചേട്ടനും ഡയറക്ടർ തുളസിദാസും ഇവർ രണ്ട് മീറ്റ് ചെയ്ത് പറഞ്ഞ്, നിങ്ങൾ ആ ക്യാരക്ടറിന് ഈ രമണയിലുള്ള ഈ പുള്ളിനെ ഇട്ടൂടെ, പുള്ളി കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഈ ടീം പോയി ഇത് കണ്ട്, രമണ കണ്ടപ്പോൾ ഇവർ സാറ്റിസ്ഫൈ, ഓക്കെ നമുക്കൊരാളെ കിട്ടിപ്പോയി എന്നായി. അങ്ങനെയാണ് എന്നെ കാണുന്നതും വരുന്നതും. അതൊരു വല്ലാത്തൊരു ബ്രേക്ക്. പിന്നെ അതിലെല്ലാം ഒരു ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അപ്പ താമസിച്ചിരുന്ന വീടിന്റെ 4 വീട് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറുടെ വീട്. ഓ, ബാലേട്ടന്റെ പ്രൊഡ്യൂസർ. ഓക്കെ, അവിടെ വീമനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഒരു തമിഴ് പടം ഡബ് ചെയ്യാൻ പോയി. ആ പടത്തിന് ഒരു പവർ ഓഫ് വുമൺ, അതിൽ ഖുഷ്ബു ഹീറോയിൻ, ഞാൻ ഹീറോ. അപ്പൊ അത് ഡബ് ചെയ്ത് റിലീസിന്റെ. അപ്പൊ ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിന്റെ വാതിക്ക് വന്ന് വൈകുന്നേരം ഇങ്ങനെ നിന്ന്, വൈകുന്നേരമായി 4-4:30 മണിയായി കഴിഞ്ഞ് ഡബിങ് കഴിഞ്ഞു. പിന്നെ അന്നൊന്നും ഇല്ല. വീട്ടിന്റെ വാതിക്ക് നിന്നപ്പോ ഗോവിന്ദൻകുട്ടി ചേട്ടൻ നടന്നു വരാം. 4 വീട് കഴിഞ്ഞിട്ടാണ് റിയാസെ സാർ. അപ്പൊ എനിക്ക് അവിടെ ഇങ്ങനെ പുള്ളി അവിടെ വന്നു പോകുകയാണ്. അപ്പൊ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഷൂട്ടിങ് വണ്ടി ഇറങ്ങി പോകുമ്പോഴും വണ്ടിയിൽ നിന്ന് വരുമ്പോഴും സൺഡേ വണ്ടി ഉടയ്ക്കുമ്പോഴും പുള്ളിനെ കാണാൻ എനിക്ക് അങ്ങോട്ടും പോകുന്ന കാണാം. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. ആ പുള്ളി പറഞ്ഞ് ഓഫീസിൽ ഒന്ന് വരുമോ, അവർക്കൊന്ന് റിയാസിനെ കാണണം. അങ്ങനെ വരാമല്ലോ, നടന്നുപോയി. അപ്പോഴാണ് ഭീമനെ കാണുന്നതും ഇത് പറയുന്നതും നടക്കുന്നതും ഇങ്ങനെയാണ്. അപ്പോൾ ദേ ആർ ഓൾറെഡി ഫിക്സ്ഡ്. ഫിക്സ് ചെയ്ത് ഹാപ്പിയായി എന്നെ കണ്ട് സംസാരിച്ച്. അപ്പോൾ ഞാൻ തിരിച്ചു ഓടിയിട്ട് അമ്മേ കാര്യമല്ല, എന്താണ് മോഹൻലാലിലൂടെ അഭിനയിക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു എല്ലാം ചെയ്യണം അമ്മേന്ന്. ഞാൻ എന്താണ് ചെയ്യാൻ ഒറ്റ അടിച്ചില്ല, എന്താ ചെയ്യാൻ? എനിക്ക് മലയാളം അറിഞ്ഞൂടല്ലോ, ഇപ്പൊ പറയണ മലയാളം കേട്ടോ. അപ്പൊ ടോട്ടലി ബബ്ബയാണ്. അല്ല സ്ക്രിപ്റ്റ് എങ്ങനെ വായിക്കാം അമ്മ, ഞാൻ ഇതെങ്ങനെ പറയും? ഇല്ല മലയാളം മലയാളമാണ്, പക്ഷെ മലയാളം അറിഞ്ഞൂടാന്ന് എങ്ങനെ പോയി ലാൽ സാർ സെറ്റല്ല. ഞാൻ ഓപ്പൺ ടോക്കാണത്. ഇതൊക്കെ പറഞ്ഞില്ല പിന്നെ എപ്പോ പറയുന്നത്. ഓക്കെ, പറഞ്ഞ ഒരു അഡീസ് വരും കേട്ടോ, പോയി അഭിനയിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. സംഭവം പറഞ്ഞുതരാം. ഇത് കണ്ടിന്യൂ ആയി. ഞാൻ പോയി ഒറ്റപ്പാലത്ത് പോയി സെറ്റ് ഇറങ്ങി കാലത്ത് കുളിച്ച് ഫ്രഷായി കോസ്റ്റ്യൂമൊക്കെ ഇട്ട് താഴത്ത് സീൻ എടുപ്പുണ്ട്. സാറിന് സീൻ എടുത്തോണ്ടിരിക്കും, സാറിന് സീൻ എടുത്തോണ്ടിരിക്കും. താഴെ ഏത് സീനാണെന്ന് അറിയാം? ക്ലൈമാക്സ് സീൻ. ക്ലൈമാക്സ് പെണ്ണ് കാണാൻ വരുന്നത്. പുറത്തുനിന്ന് പുള്ളിയോടൊന്ന് പറയണ, വീട്ടിൽ സിസ്റ്റർ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളി വീട്ടിൽ കയറി ഓടി വരുന്നത്, അകത്ത് കയറി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ടേൺ ചെയ്യാനുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല, അതിനാണ് വെയിറ്റിംഗ്. താഴത്ത് പെണ്ണുങ്ങൾ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. പുള്ളി വരുന്നത്, പുള്ളീനെ അവിടെ ഇൻസൾട്ട് ചെയ്യുക. പുള്ളി അകത്ത് വന്ന് സിസ്റ്ററോട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നവരെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കാലത്തെ വേറെ സൊസൈറ്റി വന്ന് ഒരു കെട്ട് പേപ്പറായിട്ട് സാർ തന്ന് ഞാനത് വാങ്ങിച്ച് കൈവച്ച്. നമുക്കെന്താണത്, ഒരു സംഭവം അറിയില്ലല്ലോ. അത് വാങ്ങിച്ച് ഞാൻ കൈവച്ച് ഓക്കെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. പുള്ളി പോയി. ഞാൻ പുള്ളി പോയി കഴിഞ്ഞാൽ പുള്ളി എനിക്ക് വായിച്ചു തരൂല്ലേ? പുള്ളി പോയി. പുള്ളി കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ദേവേനി ഇരിപ്പുണ്ട്. എന്നെ റിയാസെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എന്നെ ദേവേനി, ഇത് കൊടുത്തിട്ട് പോയാച്ച്, ഇത് ഞാൻ ഇപ്പടി പഠിക്കരുത്. ദേവേനി പറഞ്ഞു ഇതേതാ എനക്കും ആരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ദേവേനി അറ്റ്ലീസ്റ്റ് പുള്ളി എന്നെക്കാളൊന്നും മലയാള പടം ചെയ്തിട്ടുണ്ട് അവർ. ഇത് ദേവേനി. ഞാൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ മലയാള പടം ചെയ്തിട്ടില്ല, നിങ്ങൾ ഏற்கனவே പണിയിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം മലയാള പടം നിൽക്ക്. കുറച്ച് കഴിയുമ്പോൾ താഴത്ത് ഷോർട്ട് ഇടുന്ന് വിളിച്ചുകൊണ്ടുപോയി. ഞാൻ ആ പേപ്പർ മടക്കി വെച്ചാൽ താഴത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റി ചെയ്യുന്നു. ഇതിപ്പോൾ എന്താണിത് സംഭവം? ലാൽ സാറ് വന്നു.
ലാൽ സാർ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ലാൽ സാറെ കണ്ടു വളർന്ന ആളാണ്. ലാൽ സാറെ മടിയിൽ കിടന്ന് തുടങ്ങിയ ആളാണ് ഞാൻ ചെറുപ്പത്തിൽ. അപ്പോൾ ലാൽ സാറോട് ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ഇത് വായിക്കാൻ അറിയില്ല, ഇതായിരിക്കണം വായിച്ച തന്നിട്ട് കുറേ നേരമായി, 2 മണിക്കൂർ 3 മണിക്കൂറായി. അപ്പോൾ ലാൽ സാർ ഇതേ ഹസ്ബൻഡ് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കാം, ആ മോനെ അറിഞ്ഞൂടെ, അറിയില്ലേ നിങ്ങൾക്ക്, അതൊന്ന് എന്നിട്ട് പുള്ളി കുറേ വാച്ചാണ്, ഡയറക്ടർ കുറേ വാച്ചാണ്, എന്നിട്ടാണ് ആ സീൻ എടുത്തത്. ഇതിന്റെ പുറകിൽ ഇത്രയും കഥകളുണ്ട് നമുക്ക് അറിയില്ല കേട്ടോ. പിന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സീൻ ഞങ്ങൾക്കുണ്ടാക്കിയ ഇമ്പാക്ട് ഒന്നും ചെറുതല്ല. കാരണം നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഇവിടെ നല്ലൊരു ആംബിയൻസ് പുറത്തിറങ്ങി ഞാൻ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞ് എനിക്ക് സാധിപ്പിച്ചു തരും. എന്താണ് സാധനം? ചായ വാങ്ങിച്ചു തരും എനിക്ക്. ചായ എനിക്കൊരു ചായ കൊടുക്കുന്നു തോന്നുന്നു. സെറ്റ്. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഒരു സെലിബ്രിറ്റി ചായ വാങ്ങി തരാൻ പോകുന്നു. ഒരു ചായ കുടിച്ചിട്ട് യെസ്, എന്റെ വലിയൊരു ജീവിതാഭിലാഷം ഞാൻ ഇവിടെ നടത്താം. നമുക്ക് അതെ അവിടെ നല്ലൊരു ഏരിയ ഓക്കെ. ആൾക്കാരൊക്കെ ഇവരടുത്ത് നമ്മുടെ പടത്തിന്റെ പുതിയ പടത്തിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചാലോ? പറയാം. ഓക്കെ. റിയാസ് ഖാന്റെ പുതിയ സിനിമ വരുന്നുണ്ട്, എല്ലാരും കാണണം. நல்லா நல்லா இருக்கு. நீங்க எப்படி இருக்கீங்க? எந்த ஊர் நீங்க? திண்டுக்கல்ல இருந்தானே. Thank you. Enjoy evening. Thank you. കോഫിയാണോ ചായ? ചായ. എനിക്കൊരു ഡബിൾ സ്ട്രോങ്. ഷുഗർ ഇട്ടോ? ഷുഗർ സ്ട്രോങ് ആണോ? സെയിം അടിച്ച ചായ. നല്ല അടിച്ചൊരു ചായ അടിച്ചു കയറി ഒരു ചായ. എനിക്ക് വേറെ ഒരു പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്. ഇത്ര നല്ലൊരു വെൽ ബിൽഡ് മനുഷ്യനാണ്. പക്ഷെ എല്ലാ മനുഷ്യനിലും ഒരു കുട്ടിത്വം ഉണ്ടായിരിക്കും, കുറച്ച് ഇമോഷണൽ മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ സത്യം പറയാലോ, ഞാൻ ഇവിടെ സ്ഥലത്ത് നിർത്താനൊരു കാരണമുണ്ട്. ആ അറ്റത്ത് എനിക്ക് വളരെയധികം ഞാൻ വന്ന് വിഷമിച്ചിരുന്ന ഒരു സ്ഥലമാണ്, സങ്കടപ്പെട്ടിരുന്ന സ്ഥലം. സോ ഇക്കാക്ക് അങ്ങനെ ഒരു കൊച്ചിയിൽ അങ്ങനത്തെ ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇമോഷണലി തകർന്നു പോയി നമ്മൾ അട്ടം നോക്കിയിരിക്കാന്ന് പറയല്ലേ, അങ്ങനെ എന്തെങ്കിലും സ്പോട്ട് ഉണ്ടോ? ഞാൻ ബേസിക്കലി അങ്ങനെ ചിന്തിക്കാത്ത ഒരാളാണ്. ജീവിതത്തിൽ കുറേ പരാജയമുള്ള ആളാണ്, കുറേ ഫെയിലിയർ ഉള്ള ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ആ കോൺവെർസേഷനിലേക്കോ ആ ഇമോഷനിലേക്കോ ഞാൻ വലുതായിട്ട് കടന്നു പോകും. ഞാനത് വലിയ കാര്യമാക്കില്ല. വെരി ഹാർഡ്. ഞാൻ കരഞ്ഞിട്ടുണ്ട്. അത് മരിച്ചിട്ടാണ്. കലാഭവൻ മണി മരിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്. പിന്നെ അത് കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് കരച്ചിലായത്. എൻ്റെ ഇമോഷൻ അങ്ങനെയാണ്. അത് കലാഭവൻ മണി മരിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു കാർ ഓടിച്ചുകൊണ്ട് ചെന്നൈയിൽ കൂടെ ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് മണി ഓർത്തിട്ട് ഞാൻ കുറേ വണ്ടി ഓടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. സോ അങ്ങനെയാണ്. സോ ബേസിക്കലി ഞാൻ ആ തകർന്നിരിക്കുക, ഇവിടെ വന്ന് ഞാൻ എൻ്റെ അങ്ങനത്തെ ഒരാളല്ല. ഓൾവേസ് ഇന്ന് ഹാപ്പണിംഗ് ആണ് ഹാപ്പണിംഗ്, ഒരുക്കുന്നില്ല. ഇന്ന് ഹാപ്പണിംഗ്, നാളെ ഒന്നുമില്ല ഹാപ്പി. പക്ഷെ വർക്ക് ചെയ്യും, കുറേ വർക്ക് ചെയ്യും. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു സാധനം ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഇന്ന് വരണ്ട, നാളെ വരണ്ട, ഒരു വർഷം കഴിച്ച് വരണ്ട, പക്ഷെ വരും. ചെയ്യുമ്പോൾ പോലും വിചാരിച്ചാണല്ലോ ഇത് ഇത്ര റീച്ച് ആവുന്നത്. കാരണം ഞാൻ ഇത് പറയാൻ കാരണം ചാക്കോച്ചനുണ്ടല്ലോ, ചാക്കോച്ചനോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, വിളിച്ചായിരുന്നോ റിയാസ് ഖാൻ കണ്ടോ? അപ്പൊ പറഞ്ഞു എനിക്ക് അവനോട് അസൂയാണ്, കാരണം ഒരു ഹീറോ ആയ എനിക്ക് പോലും കിട്ടാത്ത ഒരു പവറാണ് അതിനകത്ത് ദുബായ് ജോസ് അടിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞു. വി ബോത്ത് ഷെയർ എ ഗുഡ് ബോണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ തന്നെ ചാക്കോച്ചൻ പറയുന്ന വ്യക്തിയെ ഭയങ്കരമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ. ഈ യൂഷ്വലി താങ്ക് യു ആണ്. നമ്മളെ ചായ കടയുടെ പേരെന്താണ്? സ്ട്രോങ് ഉണ്ട്. കടയുടെ പേരെന്താണ്? റെസ്റ്റോറൻറ്റ് നാം ക്യാ ഹൈ? ചില്ലി ഫിഷാ? ചില്ലി ഫിഷ്. ഓക്കെ. കഹാം സേ ആപ്? ബംഗാൾ സേ ആപ്? അതല്ല വേറെ കാര്യം പറഞ്ഞു. ഈ ക്ലൈമറ്റിന് ചായ ഓക്കെയാണ്. ചായ ഇപ്പൊ ചായ കുറച്ചും കഴിഞ്ഞിട്ട് വേണം. ഈ കൊച്ചിയിൽ നിന്ന് വരുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്, കൊച്ചിയിലെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് വണ്ടി നിർത്തി തല്ലുണ്ടാക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്? ഞാൻ തല്ലുകൂടാത്ത ആളാണ്. ഒരു ജീവിതത്തിൽ ഇന്ന് ഞാൻ കൂടാത്ത ആളാണ്. തല്ലുണ്ടെങ്കിൽ പോയി സമാനപ്പെടുത്തിയിട്ട് ലാസ്റ്റ് ഓർമ്മയിൽ ലാസ്റ്റ് ഒരു അടി ഉണ്ടാക്കിയത് എപ്പോഴായിരുന്നു? ഞാൻ അടിച്ചിട്ടില്ല. അടിയില്ല. ദേഷ്യപ്പെട്ടത് വെരി റയർ ആണ് കേട്ടോ, വെരി റയർ. ഞാൻ ദേഷ്യപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? ഒരു ജോലി ശരിക്കും ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്. ദാറ്റ് മാറ്റേഴ്സ് ടു ഓൾ.
എൻ്റെ വീട്ടിൽ നിൽക്കുന്ന മെയ്ഡാണെങ്കിലും ശരി, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുക്കാണെങ്കിലും ശരി, എൻ്റെ മോനാണെങ്കിലും ശരി, ഷൂട്ടിംഗ് സ്പോട്ടിൽ ഒരു സെറ്റ് ബോയ് ആണെങ്കിലും ശരി, ഒരു ആക്ടർ ആണെങ്കിലും ശരി, ഗിവൺ വർക്ക് നോട്ട് ഡൺ, ദെൻ ഐ വിൽ ഗെറ്റ് മാഡ്. അത് ഞാൻ ചീത്ത പറയില്ല, പറഞ്ഞു കൊടുക്കും മാക്സിമം. അതിനും അവർ ചെയ്തില്ലെങ്കിലാണ് മേ ബി മൈ വോയിസ് വിൽ റൈസ് എ ബിറ്റ്. അല്ലാതെ ഞാൻ പക്ഷേ ഇക്കാടെയും മസിലും ഈ സ്ട്രെങ്ത് ഒക്കെ കാണുമ്പോ ഞാനും കുട്ടിക്കാലം എന്നല്ല ഇപ്പൊ വരെ നായകന്റെ കൂടെ റിയാസ് കണ്ടെന്നുണ്ടെങ്കിൽ ആക്ഷന്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. അതൊക്കെ ഓക്കെ. പക്ഷെ ജീവിതത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അല്ലല്ല, ഞാനില്ല, അതിന് യൂസ് ഇല്ല. നമ്മൾ ആരുമില്ല ഒരു വഴക്ക് പറയാനോ തല്ലുണ്ടാക്കാനോ. നമ്മളാരല്ല, നമ്മൾ ഹാപ്പി ചെയ്യാൻ വന്നല്ലേ, ജീവിതത്തിലൂടെ സന്തോഷിക്കാൻ വന്നല്ലേ. സോ അത് ജീവിച്ചു പോവാ, അത്രേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത നടക്കാം. അല്ല, ഷുഗർ ഒന്നും കട്ട് ചെയ്യുന്നത് കണ്ടില്ല. എന്തിനാ ഷുഗർ കട്ട് ചെയ്യണേ? അപ്പൊ എല്ലാവരും പറയുന്നത് ഫിറ്റ്നസ് നോക്കുന്നവരൊക്കെ ഷുഗർ കട്ട് ചെയ്യുന്ന കുറെ വെറുതെ ആണോ? സുഖമില്ലാത്തവരാ ഷുഗർ കട്ട് ചെയ്യണം. സുഖമില്ലാത്തവരെ ഫിറ്റ്നസ് ഈ ഷുഗർ ബാഡ് ആണ്, കറക്റ്റ് ആണ്. ഓൾ ദ വൈറ്റ് തിങ്സ്, അതായത് വെള്ള ഇത് പറയില്ലേ, സോൾട്ട്, ഷുഗർ, ഫ്ലോർ എല്ലാം വൈറ്റ് കട്ട് ചെയ്യണമെന്ന്. ഷുഗർ ഇറ്റ്സ് ബാഡ്, ബട്ട് ബേസിക്കലി ഞാൻ എൻ്റെ ഫുഡിൽ ഒരു ദിവസം ലഞ്ച് കഴിക്കാണ്ടെന്ന് അറിയാം, എൻ്റെ ഫുഡിൽ ഒന്നും കാണൂല. എൻ്റെ ഫുഡിൽ ജസ്റ്റ് പ്ലെയിൻ സ്റ്റീം ചിക്കനോ സ്റ്റീം ഫിഷോ, അല്ലെങ്കിൽ മസാല കാണില്ല, മസാല ഉപ്പ് കാണില്ല, ലെമണിൻ്റെ ചെറിയ ഒരു ഫ്ലേവർ കാണും. ഓക്കെ, സോ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ ബേസിക്കലി. സോ അതാണ് ചായ കുടിച്ചോ. ഞാൻ ചായ വലിയായിട്ട് കുടിക്കാറൊന്നുമില്ല. ചായ തന്നാ ചായ കുടിക്കുക, അത്രേ ഉള്ളൂ. ഡയറ്റിങ് ഞാനായിട്ട് അങ്ങ് മുറിച്ച് സ്നേഹം കൊണ്ട് തന്നാ കുടിക്കും, അത്രേ ഉള്ളൂ. സോ എനിക്ക് പൊതുവേ ഇല്ലേ, ഞാൻ ഒന്നിലും അഡിക്റ്റ് അല്ല. ഇന്ന് ചായ കുടിക്കാം, നാളെ ചായ കുടിക്കില്ല, കുടിക്കാതെ ഇരിക്കാം ജീവിതത്തിൽ. ഓക്കെ, ഇന്നൊന്ന് കൂടാൻ പറഞ്ഞാൽ കൂടാം, പിന്നില്ല. അതായത് ദിവസം ഇത് തന്നെ ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് ഒന്നുമില്ല, നത്തിങ്. അപ്പൊ എങ്ങനെയാണോ, അതായത് ജീവിതം യു ആർ നോട്ട് കൺട്രോളിങ് യുവർ ലൈഫ്. No. Yes. But I take care of myself. Okay. Very well. I love myself. So that is that. Okay. അവന്ന് കാറിക്കറാം. ഫാൻസ് ആണോ? ചേച്ചി ഷൂട്ടിങ്ങിലാണ്. ആ ചേച്ചിയാണോ? ആ, ഇതൊരു പുതിയ ഷോ ആണ്. ഓക്കെ, ഞാൻ കാണിച്ചു കൊടുത്തോട്ടെ. യെസ്, ഉമ ചേച്ചി. ഹായ്, ഞങ്ങള് ചേച്ചി. ഓക്കെ, മാക്സിമം അതും ചോദിക്കാം. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ. നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ചേച്ചിയുടെ എറണാകുളത്തുള്ള കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? കേരളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കറക്റ്റാ? കറക്റ്റ്. നല്ല ബോണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ ഞങ്ങള് വേറെ ഒന്നുമില്ല, ചേച്ചിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചി ആക്ച്വലി ഷൂട്ടിലാണ്, കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് നിൽക്കാന്ന് തോന്നുന്നു അല്ലേ? ഇന്നാണ് ഈ ഷോന്റെ ലോഞ്ച് ആണെന്ന്. സോ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഷോയിലെ ഒരു ഭാഗമായതില്. ഓക്കെ, ഞങ്ങൾ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല. ബൈ, ഹാപ്പി. വേറെ ഫ്രീ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഫ്രീ ആണോ? റിയാസിക്ക ഭയങ്കര എന്താ പറയാ, പാവമാണെന്ന് പറഞ്ഞു. വീട്ടിൽ ഒരാളോടത്ത് പോലും എതിർത്തൊന്നും പറയില്ല, ഭയങ്കര സോഫ്റ്റ് ഹേർട്ടഡ് ആണെന്ന് പറഞ്ഞു. ഇതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ റിയാസ്കാർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വീട്ടിലും നല്ല പൊതുവെ ജീവിതത്തില് ഓക്കെ. ചേച്ചിയുടെ അടുത്ത് പോലും തീരെ ചൂടാവാറില്ല ഒരു കാര്യത്തിനും? ഞാൻ ചൂടാവും, എന്താ എല്ലാ കാര്യത്തിലും. അദ്ദേഹം ഒന്നും ചൂടാവില്ല. ഓ, ഞങ്ങൾ ഇത്ര നാൾ ഓർത്തോണ്ടിരുന്നത് ഇത്രയും വലിയ മസിലൊക്കെ കണ്ടപ്പോ ഞങ്ങളുടെ മനസ്സിൽ ഞാനിപ്പോ പറയായിരുന്നു, കുട്ടിക്കാലം തൊട്ട് ഞാൻ പെന്നെ പേടിപ്പിച്ചേർന്ന ഒരു വ്യക്തിയായിരുന്നു ഭദ്ര എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ ഞാൻ വിചാരിച്ചു ജീവിതത്തിലും ഭയങ്കര റൂഡാണ്. അറിഞ്ഞായിരുന്നോ ഇതിന്റെ റീച്ചും ഒക്കെ? അതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായോ? സൂപ്പർ, അത് ഞാൻ കണ്ടോളാം. ഓക്കെ, സോ എനിവേ ചേച്ചി ഒരുപാട് സന്തോഷമുണ്ട്. ബൈ. ഇത് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ, ഇങ്ങനെ ഒരു കോള് കണക്ട് ആവുമെന്നുള്ളത്. അങ്ങനെ റിയാസ്കാരുടെ ഡ്രൈവിംഗ് ആണ്. ഈ ഡ്രൈവിംഗ് സ്കിൽ
റിയാസ്കയുടെ ഡ്രൈവിംഗ് സ്കില്ലാണ് ഇനി ഞാൻ കാണാൻ പോകുന്നത്, നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെ പൊതുവെ എങ്ങനെ വണ്ടി ഓടിക്കും? ഭയങ്കര സ്പീഡ് ഫാസ്റ്റ് ഡ്രൈവർ ആണോ? എങ്ങനെയാ അവസ്ഥ? ഞാൻ കാർ ലവറാണ്, SUV ലവറല്ല, ഓക്കെ. കാർ ലവറാണ്, സെഡാൻ ലവറാണ്, സ്പോർട്സ് കാർ ലവറാണ്. സോ സ്പോർട്സ് കാർ ലവർ ആയതുകൊണ്ട് സ്പീഡ് ത്രിൽസ് മീ. സ്പീഡ് ഭയങ്കര ത്രില്ലാണ്. പക്ഷേ സ്പീഡ് ഓടിക്കാനൊന്നും റോഡൊന്നുമില്ല. സ്പോർട്സ് കാറൊക്കെ വാങ്ങിയിട്ട് വെറുതെ ഇങ്ങനെ. അല്ല, സ്പോർട്സ് കാർ ഏതാ വെച്ചേക്കുന്നത്? എൻ്റെ അടുത്ത് ഒരു BMW കൺവേർട്ടബിൾ ഉണ്ട്, BMW ഉണ്ട്, ഓഡി ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ പിന്നെ ഈ ലാംബോർഗിനി ഫെറാറി ഇതൊക്കെ വാങ്ങിച്ചിട്ട് ചെന്നൈയിൽ കൂടെ എവിടെ ഓട്ടിക്കാനാണ്? 40 കൂടുതൽ ചെയ്യാൻ പറ്റില്ല. കാലം മൊത്തം ബ്രേക്കിൽ തന്നെ ആയിരിക്കും. ഇക്കടെ ഫേമസ് ഡയലോഗ് ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ കള്ള് ഭാസ്കര കേറി വാ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് മൊത്തം കാ എന്ന് പറയുന്ന സംഭവമാണ് പോയേക്കുന്നത്. ഓക്കെ, അതങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടായിരുന്നു? കള്ള്, കപ്പ, കരിമീൻ ഒക്കെ കാ. അല്ല, അത് അങ്ങനെ റൈമിംഗ് ആയിട്ട് റൈറ്റർ എഴുതിയതാണല്ലോ. ഈ പുള്ളി റൈറ്ററാണ്. പിന്നെ സിബി സാർ ഉണ്ടല്ലോ. സോ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതാണ് ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ സംതിങ് ഹാസ് ടു ബി ആസ്ക്ഡ്. ഞാനും ഓർത്ത് വെച്ചിരുന്നതാണ്, എന്താണ് ഒരു സാധനം റൈമിംഗ് ആയിട്ട് ഉണ്ടായാലേ അത് പറയാൻ ഈസി ആവുള്ളൂ. അത് റൈമിംഗ് ആയതുകൊണ്ടാണ് ചെറിയ പിള്ളേർ പറയുന്നത്. അത് റൈമിംഗ് ഇല്ലായിരുന്നെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോ ആരും ഓർക്കണ്ട. ഇത് ക്യാച്ചിയാണ്. ഒരു സിനിമയിലെ ഡയലോഗ്, എത്രയോ സിനിമകൾ അഭിനയിക്കുന്നു, ഡയലോഗ് ചിലപ്പോൾ ഞാൻ ഓർക്കേണ്ടി വരും. അന്ന് എന്തായിരുന്നു ഡയലോഗ്, ചിലപ്പോൾ അന്ന് യൂട്യൂബിലിട്ട് ആ ഡയലോഗ് നോക്കിയിട്ട് ഇപ്പോൾ പറയേണ്ടി വരും. ഇത് പറയണ്ട. കള്ള് ബിരിയാണി മറ്റേ തവള എന്നൊക്കെ പെട്ടെന്ന് മൈൻഡിൽ നിൽക്കൂല. വെച്ചാൽ കള്ളിന്റെ കൂടെ കഴിക്കുന്നതാണ് കപ്പ. ഓക്കെ. അത് പിന്നെ കരിമീന് കൂടെ കൊഞ്ച്. അപ്പൊ കാ കള്ള് കരിമീൻ, കള്ള് കപ്പ കരിമീൻ കൊഞ്ച്. അപ്പോൾ ഈസിയാണ്, ഓർക്കാൻ ഈസി, പറയാൻ ഈസി. ഇറ്റ് ഈസ് ഓൾറെഡി when you open the mouth, just ജമ്പ് ചെയ്ത് വരും. കഥ നടക്കുന്നതാണെങ്കിൽ കുട്ടനാടും ഫുൾ കാമയം എല്ലായിടത്തും. എന്തൊക്കെയാണ് ഇതൊക്കെ ഒരു കണ്ടുപിടിപ്പാണ്. ഇത് ഒരുപാട് ഭയങ്കര അച്ചീവ്മെന്റ് ആണ്, ഭയങ്കര അച്ചീവ്മെന്റ്. ഒരുപാട് സംഭവങ്ങൾ കണ്ടുപിടിച്ച് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള ദുബായ് ജോസ് ദുബായിൽ ആരായിരുന്നു എന്തായിരുന്നു എന്ന് പോലും ഇപ്പൊ പലർക്കും അറിയില്ല. അതിനി പടപാട് എടുക്കുമെന്നാണ് എനിക്ക് ഒരു ഇത്. ഇപ്പൊ ജോസ് എങ്ങനെ കുട്ടനാട്ടിലേക്ക് വന്നു, ഓക്കെ, എങ്ങനെ ഇവിടെ മടങ്ങിപ്പോയി, ചീങ്കണ്ണി ജോസ് എങ്ങനെ പോയി, എങ്ങനെ തിരിച്ചു വന്നു. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, റൺവേ എന്ന് പറയുന്ന സിനിമ, അത് ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ഭയങ്കര ഹിറ്റും ആയിരുന്നു സിനിമ. സോ അതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻസ് ഓൺ ഗോയിങ് ആണോ? ഫസ്റ്റ് പാർട്ടിൽ എനിക്ക് തോന്നുന്നു അവസാനം പെട്രോളൊക്കെ ഒഴിച്ച് അത് പൊട്ടിത്തെറിക്കും, സ്പിരിറ്റ് ഒക്കെ ഒഴിച്ച് അത് പൊട്ടിത്തെറിക്കും. അവിടെ അതിനകത്ത് റിയാസ്കയുടെ ക്യാരക്ടറും ഐ മീൻ മരിച്ചുപോയി കാണണം. ഇല്ല, ഓക്കെ, ഞാൻ മാത്രമാണ് അവിടെ ഷോട്ട് ഉണ്ട്, ഞാൻ മാത്രമാണ് പുറത്തു പോയിരിക്കുന്നത് ചാടിയിട്ട്. ബാക്കി എല്ലാവരും അതില് സ്പിരിറ്റില് കത്തിച്ചളഞ്ഞു പുള്ളി. അപ്പൊ അതിനകത്ത് സെക്കൻഡ് പാർട്ട് വരുമ്പോ സെക്കൻഡ് പാർട്ട് ഇപ്പോഴൊന്നല്ല, സെക്കൻഡ് പാർട്ട് അന്നേ പ്ലാനിങ് ഉണ്ട്. അത് ശരി, സെക്കൻഡ് പാർട്ട് അന്നേ പ്ലാനിങ് ഉണ്ട്. അന്ന് റൺവേനും പരം വിട്ടത് വാളയാർ പരമശിവം എന്നായിരുന്നു പേര്, പടത്തിനിട്ട പേര്. ഓക്കെ, അത് റൺവേ ആക്കിയപ്പോ വാളയാർ പരമശിവം സെക്കൻഡ് ആണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ് അന്ന് ദിലീപും പറയുന്നുണ്ട്, സിബിയുജനും പറയുന്നുണ്ട്, എല്ലാരും അന്നേ ചർച്ച. ഇത് പല വർഷങ്ങളായിട്ട് ഇതിന്റെ എപ്പോ നടക്കും എന്നാണ് അറിയാം, എപ്പോ എടുക്കാം, എപ്പോ റൺവേ പാർട്ട് കൊടുക്കാം. ഓക്കെ, എപ്പോഴാണ് ദേ ആർ റെഡി. ദിലീപേട്ടൻ റെഡി ആവണ്ടേ, ഇനി സിബിയും ഇതിനും കൂടെ കഥ എഴുതണ്ടേ. ഓക്കെ, സോ അങ്ങനെ അവർ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറേ അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ അവർ എഴുതിയിട്ടുണ്ടെന്നൊക്കെ എൻ്റെ അറിവ്. ഞങ്ങളെപ്പോഴും ചോദിക്കും എന്താണ്. ഞാനിവിടെ കുറെ പേര് ചൂണ്ടിട്ട് കൊടുക്കുന്നു, ഒരു സാധനം മീൻ കിട്ടിയോ ചേട്ടാ ചേട്ടാ മീൻ കിട്ടിയോ? ഉണ്ടാ കിട്ടി, എത്ര കിട്ടി? കരിമീനുണ്ടോ? ഉണ്ടാ, ശരി, ഓക്കെ. യെസ്, കുട്ടനാട്ടിൽ ഇതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മൾ അങ്ങനെ കാണാൻ സാധിക്കും, മീൻ വലയൊക്കെ ഇട്ട്. സോ റിയാസ്ക, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ആങ്കർ ചെയ്യും എന്നുള്ളത്. അതിന്റെ പകുതി ടെൻഷൻ എനിക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഞാൻ ആ ഒരു ടെൻഷൻ ഫ്രീ ആയി മാറി. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കൈൻഡ്നെസ് ആൻഡ് ഒരുപാട് സന്തോഷം നമ്മുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ. സോ നമ്മുടെ വ്യൂവേഴ്സിനോട് ഇക്കാക്ക് എന്താ പറയാനുണ്ട് സിനിമയെ കുറിച്ചും ഇക്കാക്ക് കിട്ടുന്ന ഒരു റീച്ചിനെ കുറിച്ചും? അപ്പോൾ അനദർ ബ്യൂട്ടിഫുൾ കൊച്ചിൻ ഡ്രൈവ്. ഓക്കെ, അപ്പൊ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തതിന് വളരെ സന്തോഷം. ആക്കിയതല്ല, സന്തോഷല്ലേ. കൊച്ചിൻ ഡ്രൈവിൽ ഞാൻ തന്നെ കൊച്ചിയിൽ ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, തിരിച്ചു വരുമ്പോൾ ഞാൻ എന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാൻ ആദ്യമേ ചോദിച്ചാൽ ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ എന്ന് വെച്ചാൽ. ഓക്കെ, ഞാൻ പോലുള്ള ഇത്ര സീനിയർ ആയ ഒരു നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരാളെ കൊണ്ട് ഡ്രൈവിംഗിൽ എന്തിനു സീനിയർ ജൂനിയർ?
അപ്പോൾ ഞാൻ നമ്മൾ ക്രൂവിനോട് ചോദിച്ചു, ഞാൻ ഡ്രൈവിലില്ല, പുള്ളി ഡ്രൈവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഡ്രൈവിംഗ് കിട്ടി. പുതിയ ഡ്രൈവ് ചെയ്യേണ്ടതായിട്ട് വന്നു. പുതിയ വണ്ടിയൊക്കെ അല്ലേ, ഒരു ഡ്രൈവ് കൊടുത്തു. സോ ഇക്ക ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് പോലെ തന്നെ അനദർ ബ്യൂട്ടിഫുൾ കൊച്ചിൻ ഡ്രൈവ് എന്ന് പറയുന്ന പോലെ തന്നെ കൊച്ചിയിലൂടെ ഒരു ഡ്രൈവ് നമ്മൾ പോയി. ഈ കൊച്ചി ഇക്കാടെ DNA കൊച്ചി ഉള്ളത് പോലെ തന്നെ DNA എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പൊ റിലീസ് ആവാൻ പോകുന്നു. സോ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ പ്രേക്ഷകരെല്ലാവരും കാണണം. ഇതൊരു ഡിഫറെൻ്റായ ഒരു മൂവിയുടെ പ്രൊമോഷനാണ്, പ്ലസ് ഈ ചാനലിൻ്റെ പ്രൊമോഷനാണ്, ഈ ഷോവിൻ്റെ പ്രൊമോഷനാണ്. അതിൽ കൂടെ നമ്മൾ DNA പ്രൊമോട്ട് ചെയ്യുന്നു. യൂഷ്വലി നമ്മൾ ഒരു പടത്തിന് പ്രൊമോഷൻ നമ്മളൊരു ഒരു റൂമൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അങ്ങനെ പ്രൊമോഷൻ ചെയ്യണത്. ഇത് ഒരു റൈഡിലൊരു പ്രൊമോഷൻ, പ്ലസ് ആ പ്രൊമോഷനിൽ കൂടെ ഒരു ഷോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. സോ അപ്പോൾ പറഞ്ഞ പോലെ ഓക്കെ ഭാസ്കര, എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുക്ക്. കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ ചെലവ്. അങ്ങനെ അടിച്ചു കയറി വാ DNA-ക്ക്. അങ്ങോട്ടും താങ്ക് യു സോ മച്ച്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.